ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, പലരും എനിക്ക് കമൻറ്റിലും അതേപോലെ വാട്സാപ്പിലും ചോദിക്കുന്നതാണ്, നമ്മൾ കീടശല്യം നല്ലുണ്ട് ചെടിയിൽ, അപ്പോൾ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അല്ലെങ്കിൽ വേപ്പെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗുണം കിട്ടുന്നില്ല, അപ്പോൾ വേപ്പെണ്ണ വേസ്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം എല്ലാവരും തെറ്റായിട്ടാണ് ചിന്തിച്ചിരിക്കുക. വെച്ചാൽ കീടങ്ങളെ കൊല്ലാനുള്ളതാണ് വേപ്പെണ്ണ മിശ്രിതം എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ പലരും പറയും കഞ്ഞിവെള്ളം ഞാൻ ഇതാക്കുന്നുണ്ട്, അതേപോലെ വേപ്പെണ്ണും സോപ്പ് ലായനും കൂടി മിക്സ് ചെയ്തിട്ട്, അല്ലെ വേപ്പെണ്ണും വെളുത്തുള്ളിയും സോപ്പ് ലായനും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഗുണമില്ല. ലാസ്റ്റ് ഞാൻ രാസകീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ടും അവർ പറഞ്ഞ് അതിലും വലിയ ഗുണമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വേപ്പെണ്ണ ഒരു കാരണവശാലും നമ്മളെ കീടങ്ങളെ കൊല്ലാനുള്ളതല്ല. വെച്ചാൽ നമ്മൾ അതിൻ്റെ രൂക്ഷ ഗന്ധം മൂലം കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പെണ്ണും വെളുത്തുള്ളിയും അതേപോലെ ലേശം ലിക്വിഡ് സോപ്പും. ഈ ലിക്വിഡ് സോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഇത് കുറച്ച് കാലങ്ങളിൽ ആ ചെടിയിൽ പറ്റി പിടിക്കുക, ഒന്നിലധികം ദിവസം അതിൽ പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോപ്പ് ലൈനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ദിവസമെങ്കിലും അതിൻ്റെ മേലെ ആ സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേപ്പെണ്ണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകരുതലായിട്ട് മുൻകൂട്ടി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം കൂടുമ്പോൾ എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇലകളിലെ അടിഭാഗത്തൊക്കെ ആയിട്ട് വേപ്പെണ്ണ മിശ്രിതം വൈകുന്നേരങ്ങളിൽ കറക്റ്റ് സ്പ്രേ ചെയ്ത് പോയിച്ചാൽ വിലങ്ങി നമ്മളെ ചെടിയിലേക്ക് നമ്മളെ കീടശല്യം വരില്ല. കാരണം അതിൻ്റെ രൂക്ഷഗന്ധം ഉണ്ടാകുമ്പോൾ കീടങ്ങൾ ആദ്യമേ വരാതിരിക്കും. അതേ സ്ഥാനത്ത് നമ്മളെ ചെടിയിൽ നല്ല രീതിയിൽ കീടശല്യം വന്നതിന് ശേഷം നമ്മൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് യാതൊരുവിധ ഗുണം കാര്യമായിട്ട് ഉണ്ടാവില്ല. അതിൻ്റെ അളവ് തോത് ലേശം കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലായല്ലോ. വേപ്പെണ്ണ മിശ്രിതം മോശമായത് കൊണ്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന കീടനാശിനികളൊക്കെ ഉണ്ടല്ലോ, നാച്ചുറലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. കാരണം വന്നു കഴിഞ്ഞ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കാര്യമായ ഗുണം കിട്ടൂല. വരുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കീടങ്ങളെ കൊല്ലാൻ അയച്ച സോഫ്റ്റ് സ്കിന്നുള്ള കീടങ്ങൾ, അതേപോലെ നീരുറ്റി കുടിക്കുന്ന കീടങ്ങളെ കൊല്ലാനൊക്കെ നമ്മൾ ബുവേറിയ വെർട്ടിസീലിയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ അത് മുൻകരുതലായിട്ട് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അത് ബാക്ടീരിയ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നാളെ തന്നെ വെയിലുദിക്കുന്ന ടൈമിൽ അത് ചത്തുപോകും. അപ്പോൾ അത് നമ്മൾ കീടശല്യം നല്ല സ്റ്റാർട്ടിങ് നമ്മൾ വരുന്നത് കാണുകയെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ഇലകളുടെ അടിഭാഗത്തും അതേപോലെ താഴത്ത് മണ്ണിലും അതേപോലെ തൊട്ടടുത്തൊക്കെ അടിക്കാടുകൾ ഉണ്ടെങ്കിൽ അതിലും തൊട്ടടുത്തുള്ള ചെടീൻ്റെ അടിഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ കീടങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാർവകൾ അതൊക്കെ മണ്ണിലോ തൊട്ടടുത്ത അടിക്കാടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിലവിൽ സ്പോട്ടിലുള്ള സാധനങ്ങളൊക്കെ അത് കൊല്ലും. അപ്പോൾ പിറ്റേന്ന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. പിറ്റേന്ന് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മണ്ണിൽ അതിൻ്റെ ലാർവകൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ചെടിയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പിറ്റേന്ന് ഈ ചെടിയിലേക്ക് തന്നെ കയറി വരും. അപ്പോൾ അതിനാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മണ്ണിലും അതേപോലെ അടിക്കാടിലും ഇവിടെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്യണം. വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു 3-4 തവണ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ രാസകീടനാശിനി നമ്മൾ സ്പ്രേ ചെയ്യുക വെച്ചാലും ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ചെടിയിൽ കീടശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രാസകീടനാശിനി സ്പ്രേ ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് ഒരു 2 ദിവസമൊക്കെ രാസകീടനാശിനി അതിൻ്റെ രൂക്ഷ ഗന്ധം അതിൽ നിലനിൽക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ മഴയൊക്കെ പെയ്യുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ അതും കിട്ടൂല. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കീടങ്ങൾ ഈ ചെടിയിലേക്ക് തന്നെ വരും. ഇപ്പോൾ രാസകീടനാശിനി നമ്മൾ കൂടുതലും മണ്ണിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇലകളിൽ മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാർവകൾ മണ്ണിലുണ്ടാവും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും ചെടിയിലേക്ക് തന്നെ വരും. അതാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടും അതിൻ്റെ ഗുണം കിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ കീടനാശിനി ഇതാക്കുന്നത്, പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്ന്. അതിതാണ് കാരണം. ഒന്ന് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് 2-3 തവണ ആയിട്ട് ചെയ്തു പോകണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മുൻകരുതലായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ മിശ്രിതം എന്നുള്ള രൂപത്തിലും നമ്മൾ സ്പ്രേ ചെയ്ത് പോകണം. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പലരും ഇത് നശിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ ഇലൻ്റെ അടിഭാഗത്ത് ഇതിലൊക്കെ വെള്ള പൂപ്പൽ അതേപോലെ തന്നെ കീടശല്യം ഇതൊക്കെ കാണാണ്. ഇപ്പോൾ മീലിമൂട്ടൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ മൂഞ്ചൻ്റെ ആണെങ്കിലോ വെള്ളീച്ചൻ്റെ ഇതൊക്കെ കാണാണ്. അപ്പോൾ നമ്മളിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കെടുക്കുന്ന പൂപ്പലും കാര്യങ്ങളൊന്നും അവിടുന്ന് പോകില്ല. അത് അപ്രത്യക്ഷമാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ലാർവകൾ ചത്തിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അതിൻ്റെ പിറ്റേന്നൊക്കെ നോക്കുമ്പോൾ പറയും അതിനൊരു മാറ്റമില്ല, അതേപടി കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ കാണാന്നുണ്ടെങ്കിൽ അത് കൈ കൊണ്ടൊന്ന് നല്ല വടിച്ച് ഒഴിവാക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കൈ കൊണ്ട് തൊടാൻ അറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ തുണിനെ കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒഴിവാക്കി കൊടുത്താൽ മതി. ഇനി വരുന്ന തളിരലയിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ. പിന്നെ താഴത്തൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ലാർവകളൊക്കെ നശിക്കില്ല. അപ്പോൾ ഇനി വരുന്ന തളിരലയിൽ അത് ബാധിക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ പലരും പറയുന്നതാണ് വെച്ചാൽ ഈ കീടശല്യം എപ്പോഴാണ് വരുന്നതെന്ന് അറിയുന്നില്ല. ഞാൻ കറക്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ പോകുന്നതാണ്, പക്ഷെ പെട്ടെന്ന് വെച്ച് കാണുന്നത് എന്താ ചെയ്യുക, ഇത് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ സിമ്പിളാണ്. അയച്ചാൽ
വെച്ചാൽ നമ്മളിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ, കുമിൾ രോഗമാണെങ്കിലും അതേപോലെ കീടശല്യമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തളിരില വരുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ആവുക. അപ്പോൾ നമ്മൾ തളിരില വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇടയ്ക്ക് സൂഡോമോണസ് കൊടുക്കാം. അപ്പോൾ ഈ ഫംഗൽ കുമിൾ രോഗമൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടല്ലോ, ഇതൊരു 3-4 ദിവസത്തിൽ അടുപ്പിച്ചിട്ടൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തളിര് വരുമ്പോൾ തന്നെ അതിലേക്ക് പുതിയ കീടങ്ങളോ അതിൻ്റെ ലാർവകളോ ഒന്നും വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഈ മൂത്തലയിലേക്ക് അങ്ങനെ വരില്ല, തളിരിലയിലാണ് ഇത് കൂടുതലായിട്ട് വരിക, എഫക്റ്റ് ആവുക. ഇപ്പോൾ ഇലമുറിയൻ വണ്ടിൻ്റെ ഒക്കെ ആക്രമണം പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് അത് വെലിങ്ങനെ അങ്ങോട്ടൊക്കെ ഉണ്ടാവില്ല, എന്നാലും അതൊക്കെ ഇനിയിപ്പോൾ മഴ തുടങ്ങുന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ വരും. വെച്ചാൽ മാവിൻ്റെ ഇലൊക്കെ നല്ല തളിരില വരുന്ന ടൈമിൽ ഇലമുറിയൻ വണ്ട് നല്ല രീതിയിൽ ആക്രമണം വരും. അതെങ്ങനെയാ വെച്ചാൽ അത് അതിൻ്റെ ഇലൻ്റെ അടിയിൽ വന്നിട്ട് മുട്ടയിട്ട് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് താഴോട്ട് കിടക്കുക, എന്നിട്ട് അത് മണ്ണിൽ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും അത് ഇതന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തളിരില വരുന്ന ടൈമിൽ ഇലകളുടെ അടിഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ കീടങ്ങളും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷനും കുമിൾ രോഗങ്ങളും ഇതൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തിനും നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കറക്റ്റ് കൺട്രോളിൽ നമ്മൾ പോയാൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അല്ലാതെ ഇത് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ കാര്യമില്ല, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടൂല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പലരും ഇപ്പോൾ വാട്സാപ്പിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പണ്ട് ഇങ്ങനെ സൈറ്റ് വിസിറ്റ് ചെയ്യലുണ്ട്, ഓരോരുത്തരെ വീട്ടിലൊക്കെ വന്ന് കൃഷിനെ പറയലുണ്ട്, ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കലുണ്ട്, ഇപ്പം എന്താ പോവാത്ത നമ്മളെ വീട്ടിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരി തന്നെയാണ്, ഞാൻ പണ്ട് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ പോവാറുണ്ട്, പോയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ടായി സ്റ്റോപ്പ് ചെയ്ത ഒന്നല്ല, എനിക്ക് 2-3 മോശം അനുഭവം ഉണ്ടായി. കാരണം ഞാനിത് എന്ന് പറഞ്ഞാൽ സൗഹൃദ നിലക്കാണ് പോകുന്നത്, അല്ലാതെ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് അങ്ങനെ ഒന്നല്ല. കാരണം എൻ്റെ വീഡിയോ കാണുന്ന, എന്നോട് ചാറ്റ് ചെയ്യുന്ന, എന്നോട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് സുഹൃത്തുക്കളെ പോലാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പേയ്മെൻറ്റ് വാങ്ങിയിട്ടില്ല. പക്ഷേ 2-3 ആൾക്കാർ അത് ആ ഒരു രൂപത്തിലെടുത്ത്, വെച്ചാൽ കൂലിക്ക് ആളെ വിളിക്കുന്ന രൂപത്തിലെടുത്ത് ഞാൻ പറഞ്ഞിട്ടും അത് ആ രൂപത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോവാത്തത്. എന്നിരുന്നാലും എനിക്ക് ഫ്രീ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നതാണ്. ഇപ്പോൾ വർക്കിൻ്റെ തൈനോണ്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടാറില്ല. ഇപ്പോൾ ഇന്ന് 2-3 ആൾക്കാർ എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ ഈ ആഴ്ച അടുത്ത ആഴ്ച ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഗ്യാപ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എൻ്റെ ഡൗട്ടുകൾ, അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എനിക്ക് അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് പേയ്മെൻറ്റ് വാങ്ങിയിട്ടൊന്നല്ല കേട്ടോ, ഇതൊരു സൗഹൃദം എന്നുള്ള ലെവലിലാണ് അത് ചെയ്യുന്നത്. നിങ്ങളും ആ രൂപത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്